Hey hello guys, it's me Minnal and welcome to my new video. അപ്പം നമ്മുടെ വീഡിയോയുടെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബസ് സിമുലേറ്റർ കേരളയിലെ ഒരു അടുത്ത അപ്ഡേറ്റ് വരാൻ പോകുന്ന ഒരു മെയിൻ ഫീച്ചറാണ് നമ്മുടെ INSD നെയിം ബോർഡ്. ഓക്കെ, അഥവാ വീഡിയോ നെയിം ബോർഡ്, വീഡിയോ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്ന നെയിം ബോർഡ്. അതാണ് സെറ്റപ്പ് നമ്മുടെ 1S ഉള്ളതുപോലത്തെ. ആൻഡ് അത് നമുക്ക് എങ്ങനെ ഗെയിമിനകത്ത് ഡിസൈൻ ചെയ്ത് ആഡ് ചെയ്യാമെന്നാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ കണ്ട് കഴിഞ്ഞതിന് ശേഷം ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്യാം. ഓക്കെ, നമുക്കൊരു സപ്പോർട്ടാണത്. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം ആൻഡ് നമ്മുടെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേപോലത്തെ വേറെയും ട്യൂട്ടോറിയൽസ് കാര്യങ്ങളായിട്ട് ഇനി വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കൊരു നെയിം ഫോണ്ട് വേണം. നെയിം ബോർഡിൽ പ്ലേ ചെയ്യാനുള്ളൊരു നെയിം ഫോണ്ട് വേണം. ഓക്കെ, ആ നെയിം ഫോണ്ട് ടെക്സ്റ്റായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ക്രിയേറ്റ് ചെയ്യാൻ പല ടിപ്സ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ ഗൂഗിളിലൊക്കെ ചെന്നിട്ട് നെയിം ഫോണ്ട് ടൈപ്പോഗ്രഫി എന്നൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കുറച്ച് ടൈപ്പോഗ്രഫി ടെക്സ്റ്റൊക്കെ കിട്ടും. അപ്പോൾ ആ ടെക്സ്റ്റ് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ജെമിനിയിലോ ChatGPTയിലോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പ്രോംപ്റ്റ് വേറൊന്നുമല്ല, ഇങ്ങനെ കൊടുത്താൽ ജസ്റ്റ് ഇൻ ദിസ് എക്സാക്ട് ഡിസൈൻ ക്രിയേറ്റ് എ ഡിസൈൻ ഫോർ മീ വിത്ത് മൈ നെയിം എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ ഞാൻ എൻ്റെ പേരാണെങ്കിൽ മിന്നൽ എന്ന് കൊടുത്ത് ആ ഒരു പേര് കൊടുക്കുമ്പോൾ ജെമിനിയോ ChatGPTയോ ഏതിലായാലും അവർ ആ ഒരു സെയിം ഡിസൈൻ തന്നെ നമുക്ക് നമ്മൾ കൊടുത്ത ആ ഡിസൈനിൽ തന്നെ നമുക്ക് നമ്മുടെ പേരിൽ അത് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി, ഞാൻ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് ഇടാം. ഓക്കെ, അപ്പം അങ്ങനെ നമ്മുടെ ഒരു നെയിം ഫോണ്ട് ക്രിയേറ്റ് ചെയ്ത് എടുക്കണം. അതിന് ശേഷം നമ്മുടെ ഈ നമുക്കിതിന് മെയിനായിട്ട് ആവശ്യമുള്ളത് 1-2 ആപ്പുകളുണ്ട്. ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ നെയിം ഫോണ്ടിൻ്റെ ആനിമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജെമിനി വേണം, ലൈറ്റ് മോഷൻ വേണം, പിന്നെ ഈ INSDക്ക് ഇത് കറക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിക്സാർട്ടിലോ വല്ലതും നമ്മുടെ നെയിം ഫോണ്ടിന് ഒരു ഒപ്പാസിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്താനുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന ആപ്സ്. പിന്നെ നമുക്ക് ഐസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളാണ്. ജസ്റ്റ് ഐസ് ആനിമേഷൻ എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് സിമ്പിളായിട്ട് കിട്ടുന്നതാണ്. അപ്പം കുറച്ച് 1-2 ഈ ആനിമേഷൻസിൻ്റെ വീഡിയോ ഞാൻ ഒരു ഗൂഗിൾ ഡ്രൈവ് ലിങ്കായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് വേണ്ടവർ ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ നെയിം ഫോണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കണം. നെയിം ഫോണ്ട് ക്രിയേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നേരെ ജെമിനിയിൽ പോകണം. ഓക്കെ, നമ്മൾ നേരെ ജെമിനിയിൽ പോകണം. ജെമിനിയിൽ പോയതിന് ശേഷം പുതിയൊരു ന്യൂ ചാറ്റ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അതിൽ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിപ്പം ഞാൻ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വീഡിയോ സെക്ഷൻ ഉണ്ട്. അപ്പോൾ ആ വീഡിയോ സെക്ഷൻ സെലക്ട് ചെയ്ത്, ഇതിപ്പോൾ എൻ്റേത് ഓൾറെഡി ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ന്യൂ ചാറ്റാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കത് ചോദിക്കില്ല, ഡയറക്റ്റ് ആ വീഡിയോ സെക്ഷൻ സെലക്റ്റായി ഇവിടെ വന്നിരിക്കേ ഉള്ളൂ. അതിനുശേഷം അതിൻ്റെ താഴെ അവിടെ വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഒരു ഫോട്ടോസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആ ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ നെയിം ഫോണ്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ നെയിം ഫോണ്ടും ആ ഒരു വീഡിയോൻ്റെ ഒരു ടാഗും ആയിട്ട് അവിടെ വന്ന് കിടക്കും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ നെയിം ഫോണ്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ ഒരു പ്രോംപ്റ്റ് കൂടെ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്നത് മേക്ക് ദീസ് ഇമേജസ് ആനിമേറ്റഡ് വൺ വിത്ത് ട്രാൻസിഷൻസ് ആൻഡ് നിയോൺ ആൻഡ് തിങ്സ് പെർഫെക്റ്റ്ലി, അങ്ങനെ ഒരു സംഭവം വെച്ചാണ് ഞാൻ പ്രോംപ്റ്റ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ഒരു ഐഡിയ അനുസരിച്ചും കാര്യങ്ങളനുസരിച്ചും നിങ്ങൾക്ക് ആവശ്യമുള്ള രീതി അനുസരിച്ച് നിങ്ങൾക്ക് പ്രോംപ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം എനിക്ക് ജെമിനി ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ജെമിനി എനിക്ക് ക്രിയേറ്റ് ചെയ്യുന്നൊരു സംഭവമാണിത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരെണ്ണം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് അതിന് ശേഷം നമുക്കത് സേവ് ചെയ്യാൻ വേണ്ടി കുറച്ചിങ്ങനെ താഴോട്ട് പോകുമ്പോൾ ഇവിടെ 3 ഡോട്ട്സ് കാണും. 3 ഡോട്ട്സിൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സേവ് വീഡിയോ എന്ന് പറഞ്ഞ് കാണും. സേവ് വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡിങ് ഫുൾ സൈസ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ട്, അപ്പോൾ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ കുറച്ച് നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് വീഡിയോ ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ലെങ്ത് എടുക്കും. ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ വീഡിയോ ഡൗൺലോഡായി കിട്ടിയിട്ടുണ്ട്.
ഓക്കെ, ഡൗൺലോഡഡ് വീഡിയോ നമുക്ക് ഡൗൺലോഡായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതേപോലെ എനിക്ക് തോന്നുന്നു നമ്മുടെ ജെമിനിയിലിപ്പം ഒരു ദിവസം നമുക്ക് 3 വീഡിയോ അടുപ്പിച്ച് എന്തോ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഒരു 2-3 ജനറേറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ ഐഡിയയിലനുസരിച്ച് ഡിഫറെൻറ്റ് ആനിമേഷൻസ് ട്രാൻസിഷൻസിൽ ജനറേറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കത് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യുമ്പം ഇട്ടിട്ട് കൊടുത്ത് പോകാവുന്നതാണ്. ഓക്കെ, അടുത്ത് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരെ അലൈറ്റ് മോഷനിൽ പോകണം. അലൈറ്റ് മോഷനിൽ പോയതിന് ശേഷം ഇവിടെ ക്ലോസ് കൊടുത്തു. ഓക്കെ, അലൈറ്റ് മോഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ വാട്ടർ മാർക്കൊക്കെ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് മോഡ് എടുക്കാൻ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ മാത്രം മോഡ് എടുക്കാൻ നോക്കുക. എന്തെങ്കിലും പറ്റിയാൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല. ഓക്കെ, അപ്പം ജസ്റ്റ് അത് കൊടുത്തതിന് ശേഷം ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. ആ ഇൻ്റർഫേസ് നിങ്ങൾക്ക് ചിലപ്പം 16:9 കിടക്കുന്നത്. അപ്പം ഇനി അതിനകത്ത് കസ്റ്റമൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, കസ്റ്റമൈസ് ഈ ഒരു സംഭവം അതും ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതാണ് നമ്മുടെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1080x88 ആണ് നമ്മുടെ ഒരു സൈസ് വരുന്നത്, നെയിം ബോർഡിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് സെലക്ട് കൊടുത്തതിന് ശേഷം ഫ്രെയിം റേറ്റ് 60 FPS കിട്ടും. അപ്പം കുറച്ചും കൂടെ സ്മൂത്തായിട്ട് ഇരിക്കും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കൊടുത്ത് ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കണം. അപ്പോൾ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയിട്ട് വരും. അതിനുശേഷം അതിൽ ഇവിടെ സൈഡിൽ പ്ലസ് ബട്ടൺ ഉണ്ട്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ മീഡിയയിൽ രണ്ടാമത്തെ ഓപ്ഷനുണ്ട്, മീഡിയ ടോപ്പിൽ രണ്ടാമത്തെ ഓപ്ഷൻ മീഡിയ. അതിൽ നമ്മൾ ജനറേറ്റ് ചെയ്ത് വെച്ച കുറച്ച് വീഡിയോസ് ഞാൻ ഓൾറെഡി ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇപ്പോൾ ഇത് ജസ്റ്റ് ചെറിയൊരു ഇതായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ LED വോളിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് സെൻറ്റർ പോർഷനിൽ കുറച്ചായിട്ട് മാത്രം നിൽക്കും. അപ്പോൾ അതൊരു ബോറായിരിക്കും. അപ്പോൾ നമുക്ക് സൈസ് അതുപോലെ നമുക്ക് ഈ ജെമിനിയുടെ ലോഗോ ഒക്കെ റിമൂവ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നേരെ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോകണം. അതിനുശേഷം ഈ റൈറ്റ് സൈഡിൽ 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഈ 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ 3ാമത്തെ ഓപ്ഷനായിട്ടുള്ള ഈ സൈസ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഇതെടുത്തതിന് ശേഷം ഇവിടെ അത് ലിങ്ക് ആയിരിക്കും, വിഡ്ത്തും ഹൈറ്റും ലിങ്ക് ആയിരിക്കും. അത് നമ്മൾ ഒരുമിച്ചായിരിക്കും, വിഡ്ത്തും ഹൈറ്റും സെയിം റേഷ്യോയിലായിരിക്കും ഇൻക്രീസ് ആവുന്നത്. ഓക്കെ, അപ്പം അത് നമ്മൾ കുറച്ചൊന്ന് ഇൻക്രീസ് ആക്കി വെച്ചതിന് ശേഷം അത് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് സൈസും കാര്യങ്ങളും ഹൈറ്റും വിഡ്ത്തും അഡ്ജസ്റ്റ് ആക്കുകയാണ്. ഞാനിവിടെ ഇത്രയും ഇതൊന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം അൺലിങ്ക് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വിഡ്ത്ത് കൂട്ടി വയ്ക്കുകയാണ്, ഇല്ലെങ്കിൽ കാണാൻ ഒരു ഇത് കാണില്ല. അത് കൊടുത്ത് എന്നിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ ടോപ്പിൽ തന്നെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു സ്ലൈഡർ കാണും. അതിലൊന്ന് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് ഓക്കെ, അപ്പം അതൊന്ന് സെറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആനിമേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ജസ്റ്റ് ഒരു ആനിമേഷൻ ഇതേപോലെ ഒന്ന് 3-4 നിങ്ങൾക്ക് ഞാൻ ആഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാണ് അപ്പം ജസ്റ്റ് ഒരു ആനിമേഷൻ. അപ്പം ഞാൻ ഓൾറെഡി ഒരു സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചാൽ നിങ്ങൾക്കൊന്ന് ഇതെങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഇതാക്കിയത്. ഓക്കെ, അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ മേളിൽ ടോപ്പിൽ ഈ ഒരു ഓപ്ഷനുണ്ട്. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പം എക്സ്പോർട്ടിൻ്റെ അങ്ങോട്ട് പോകും. അപ്പോൾ എക്സ്പോർട്ടിൽ പോകുമ്പം നമ്മുടെ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണം. എക്സ്പോർട്ട് റെസൊല്യൂഷൻ 288p കോഡക് H.264 AVC, ഫ്രെയിം റേറ്റ് ഫുൾ ആയിരിക്കണം, 60 FPS ആയിരിക്കണം. ബിറ്റ് റേറ്റ് ഒരു സെൻട്രൽ 1.5 Mbps ആ ഒരു ഇതിൽ വെച്ചതിന് ശേഷം എക്സ്പോർട്ട് കൊടുക്കണം. എക്സ്പോർട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ആകും. ഇപ്പോൾ വീഡിയോയ്ക്ക് ലെങ്ത്തൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. അധികം ലെങ്ത് ഇല്ലാത്ത വീഡിയോ ആണെങ്കിൽ പെട്ടെന്നാവും. ഇതിപ്പോൾ 10 സെക്കൻഡോളം കൊണ്ട് പെട്ടെന്നായി. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ എക്സ്പോർട്ടായി വരുമ്പം വീഡിയോ സേവ് കൊടുക്കണം. ഓക്കെ, വീഡിയോ സേവ് എടുക്കുമ്പോൾ വീഡിയോ സേവ് ആയിട്ടുണ്ട്. അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരെ നമ്മുടെ ഈ നെയിം ഫോണ്ട് കറക്റ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പിക്സാർട്ടിൽ പോകണം. പിക്സാർട്ടിൽ പോയതിന് ശേഷം നമ്മുടെ ആ ടെംപ്ലേറ്റിൽ വൈറ്റ് ടെംപ്ലേറ്റ് നമ്മുടെ BSK കമ്പാനിയൻ ആപ്പ് കിട്ടും. വൈറ്റ് ടെംപ്ലേറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ബസ് ലിവറി ചെയ്യാനുണ്ടെങ്കിൽ ആ ടെംപ്ലേറ്റ് എടുത്തിട്ട് ലിവറി ചെയ്യാവുന്നതാണ്. നമ്മൾ ഇവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോഡാവണം.
ഓക്കെ. അപ്പോൾ നമ്മുടെ ഒരു ലിവർ ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ നെയിം ബോർഡ് നിങ്ങളുടെ ക്രിയേറ്റ് ചെയ്ത് വെച്ച ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് വെച്ചോ എങ്ങനെയാണ് നിങ്ങൾ നെയിം ബോർഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു സെയിം സെറ്റപ്പിൽ തന്നെ അവിടെ ഇമ്പോർട്ട് ചെയ്ത് വെച്ച് അവിടെ കൊണ്ട് വലിച്ചു വെച്ചതിന് ശേഷം അതിൻ്റെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന നെയിം ഫോണിൻ്റെ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 85 ആണ്. ഈ 85 വെച്ചാൽ തന്നെ നിങ്ങൾക്ക് നൈസ് ഒരു ഇതിൽ സംഭവം കാണാൻ പറ്റും. ഓക്കെ, 85 മതിയായിരിക്കും. ഇതായിരിക്കും നോർമൽ ഒപ്പാസിറ്റി. 85 നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ എൽ ഇ ഡി ബോൾ വിസിബിളായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതിൽ ഈ ആപ്പുകൾ വെച്ച് ഇത്രയേ ചെയ്യാനുള്ളൂ. ഇനി അടുത്ത പരിപാടി എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ആ വീഡിയോൻ്റെ ഫയൽ നെയിം ഫയൽ നെയിം ചിലപ്പോൾ ഈ ന്യൂ പ്രൊജക്റ്റ് 5 അങ്ങനെയായിരിക്കും കിടക്കുന്നത്. അപ്പം നമ്മളത് ഗെയിമിലോട്ട് അപ്ലോഡ് ചെയ്യുമ്പം നമുക്ക് INSD.mp4 എന്നുള്ള ഫോർമാറ്റിൽ തന്നെയായിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ MP4 എന്നുള്ള നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എഡിറ്റ് എൻ്റെ സാംസങ്ങിലാണോ ആയതുകൊണ്ട് ഗാലറിയിൽ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ആ ഓപ്ഷൻ ഇല്ലെങ്കിൽ ഫയൽ മാനേജറിലും എല്ലാം പോയതിന് ശേഷം റീനെയിം ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ ജസ്റ്റ് എടുത്ത് സെലക്ട് ഓൾ എടുത്ത് റിമൂവ് ചെയ്തതിന് ശേഷം INSD എല്ലാം സ്മോൾ ലെറ്റർ INSD അടിച്ചാൽ അത് കിട്ടും. .mp4 ആയിരിക്കുമല്ലോ നിങ്ങളെ ആ ഒരു ഫയൽ നെയിം. INSD.mp4 എന്നുള്ള ഫയൽ നെയിമിൽ തന്നെ നിങ്ങളത് എക്സ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഇത് വർക്കാവത്തില്ല. ഓക്കെ, ബാക്കി കാര്യങ്ങളുള്ളത് നമ്മുടെ ഗെയിമിലാണ്. ഗെയിമിൽ കയറി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗെയിമിൽ കയറിയിട്ടുണ്ട്. ഗെയിമിൽ കയറിയതിന് ശേഷമുള്ള പരിപാടി എന്തെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാം കറക്റ്റാണ്. ആ റെസൊല്യൂഷൻ കറക്റ്റാണ്, ഫയൽ നെയിം കറക്റ്റാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. ആ വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് നിങ്ങൾ സ്റ്റോറേജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ നെയിം ബോർഡിൻ്റെ ഒരു ഒപ്പാസിറ്റി കറക്റ്റ് 85 ആണ്, കാര്യങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പക്ക നോർമലായിട്ട് വർക്കാവുന്നതാണ്. അടുത്ത നമ്മുടെ പ്രോസസ്സ് എന്തെന്ന് വെച്ചാൽ നമ്മൾ നേരെ കസ്റ്റമൈസേഷനിൽ വരണം. കസ്റ്റമൈസേഷനിൽ വന്നതിന് ശേഷം സ്കിൻസിൽ പ്ലെയറിൽ BSK3 പോകണം. അതിനുശേഷം ആഡ് സ്കിൻ കൊടുക്കണം. ആഡ് സ്കിൻ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഫയൽ മാനേജർ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നിങ്ങൾ എവിടെയാണോ INSDയുടെ വീഡിയോ സേവ് ആക്കി വെച്ചിരിക്കുന്നത് ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് ആ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് ഡയറക്റ്റ് ഇമ്പോർട്ടായിട്ട് ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ആൻഡ് നമ്മുടെ കൊടുത്തിരിക്കുന്ന ലിവറിയിലെ ആ നെയിം ഫോണ്ടിൻ്റെ ഇതും 85 ആണ് ഒപ്പാസിറ്റി എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അതിനുശേഷം ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് പ്ലേ കൊടുക്കണം. പ്ലേ കൊടുത്ത് നമുക്കിവിടെ കണ്ടിന്യൂ കൊടുത്തു വിടാം. അപ്പോൾ നമ്മൾ മാപ്പ് ലോഡായിട്ട് ബാക്കി കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ മാപ്പ് ലോഡായിട്ടുണ്ട്. മാപ്പ് ലോഡായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പം ഇനി ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് INSD നമ്മളിപ്പം ബാക്കി സെറ്റായി കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വന്ന് ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ആനിമേഷൻ ബട്ടൺ 2 ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെയിം ബോർഡിൻ്റെ ഒരു ഇത് ഇനിഷ്യലൈസ് ആയിട്ടിരിക്കും. ആൻഡ് ലൈറ്റിൻ്റെ ബട്ടൺ ഫസ്റ്റ് നെയിം ബോർഡിൻ്റെ ലൈറ്റിൻ്റെ ബട്ടൺ ഒന്ന് ഓണായി കൊടുക്കുമ്പോൾ INSD അവിടെ ഇതായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ച് ഇതാണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത INSD ബോർഡ് ഇതേപോലെ വരുന്നതായിരിക്കും. ആനിമേഷൻ നമ്പർ 2ഉം ലൈറ്റ് നമ്പർ 1ഉം ഓണാക്കിയാൽ മാത്രമേ INSD വർക്കാവത്തുള്ളൂ. ഓക്കെ, നമ്മൾ ചെയ്യുന്ന വീഡിയോ അനുസരിച്ചിരിക്കും. ഇതിന് നിലവിൽ വീഡിയോയുടെ ലെങ്തിനോ വീഡിയോയുടെ സൈസിനോ ഒന്നും റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ഡിവൈസ് അനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ. ഡിവൈസ് റാം കുറവോ അങ്ങനെ കാര്യങ്ങളൊക്കെ കുറവാണെങ്കിൽ ചിലപ്പോൾ ലാഗ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് വലിയ വിഷയങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആനിമേഷൻസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ചോദിക്കാനാണ്. ഞാൻ ഇതേപോലത്തുള്ള ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ചെയ്യണമുണ്ട്. ചിലപ്പം ചില മിസ്റ്റേക്സൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. മീൻസ് ഞാൻ പറഞ്ഞതിന് നിങ്ങൾക്ക് മനസ്സിലാവാതെ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊന്ന് മെസ്സേജ് അയക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ നിങ്ങൾക്കുള്ള ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം അടുത്തൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഗായ്സ്. ടിൽ ദെൻ ബൈ ബൈ.